ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഏത് മീൻ മേടിക്കുകയാണെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയാണ്. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി, 6 പല്ല് വെളുത്തുള്ളി, 4 പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിരിക്കുകയാണ് കേട്ടോ. പണിയേ ഇല്ല, നമുക്ക് മുറിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി എടുത്തിട്ട് ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെന്തയവും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ എണ്ണയൊക്കെ ചൂടായി വെന്തയവും ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് വഴന്ന് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റി മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. ഒപ്പം തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും വേണം. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചു. ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വഴറ്റിയെടുത്തത്. കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഫിഷ് മസാലയാണ്, ഫിഷ് കറിയുടെ മസാലയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വളരെ സിമ്പിളാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ ഫിഷ് മസാല പൗഡർ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ പുളി നന്നായിട്ട് സോക്ക് ചെയ്ത് പിഴിഞ്ഞെടുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഫിഷ് കറി മസാല പൗഡറിൽ ഉപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കുക. ഇതേ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അയില മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 400 ഗ്രാം ഉണ്ടാവും കേട്ടോ. 4 അയില മീനാണ് എടുത്തിട്ടുള്ളത്. 4 അയില മീനിൻ്റെയും വാല് കഷ്ണം ഞാൻ ഫ്രൈക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള മീനൊക്കെ നമ്മളിതിലേക്ക് കറിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മീനിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരുപാട് ഇട്ട് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ, മീൻ ഉടഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി ഇത് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറി ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അടച്ച് വെക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്